വെൽക്കം ടു മിസ്റ്റർ ഫോക്സ് ചാനൽ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ GST ഇൻകം ടാക്സ് അപ്ഡേറ്റുകൾ സ്ഥിരമായി വാട്സപ്പ് ബ്രോഡ്കാസ്റ്റായി ലഭിക്കുന്ന സബ്സ്ക്രൈബ് ബ്രോഡ്കാസ്റ്റിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഫ്രീ മെമ്പർഷിപ്പ് ആക്ടിവേറ്റ് ചെയ്യുന്നതിനായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് ലിങ്കിലേക്ക് നിങ്ങളുടെ നെയിം, പ്ലേസ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എന്നിവ വാട്സപ്പ് ചെയ്യുക. നിങ്ങളുടെ ഫ്രീ മെമ്പർഷിപ്പ് ആക്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വിസിറ്റിംഗ് ദിസ് ചാനൽ. GST പോർട്ടലിൽ പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു ലെഡ്ജറാണ് RCM ലയബിലിറ്റി ഓർ ITC സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യം വളരെ സിമ്പിളായിട്ട് ഞാനൊന്ന് പറയാം. നമുക്കറിയാം RCM ആപ്ലിക്കബിൾ ആയിട്ടുള്ള കേസസിൽ നമ്മൾ 3Bയിൽ സെൽഫായിട്ട് ടാക്സ് പേ ചെയ്യുകയും അത് ക്രെഡിറ്റ് എടുക്കുകയും ചെയ്യാറുണ്ട്. ഇതൊരു ലെഡ്ജറിൽ ഇതുവരെ GST പോർട്ടലിൽ ഒരു ലെഡ്ജറിൽ ഇതുവരെ റെക്കോർഡ് ചെയ്ത് വന്നിട്ടില്ല. നമ്മളുടെ സോഫ്റ്റ്വെയറിൽ തന്നെ നമ്മൾ മാനുവലായിട്ട് റെക്കോർഡ് കീപ്പ് ചെയ്യലാണ് പതിവ്. സോ ഇതാദ്യമായിട്ട് RCM ലയബിലിറ്റി റെക്കോർഡ് ചെയ്യുന്നതും അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നതും GST പോർട്ടലിൽ ഒരു ലെഡ്ജറിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു അപ്ഡേറ്റാണ് RCM ലയബിലിറ്റി ഓർ ITC സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ടേബിൾസ് ആദ്യം തന്നെ നമുക്കൊന്ന് നോക്കാം. ഇവിടെ തന്നെ പറയുന്നുണ്ട് ടേബിൾ 3.1 GSTR 3Bയിലെ 3.1 D പോയിൻറ്റിലാണ് നമ്മൾ RCM റിലേറ്റഡ് ആയിട്ടുള്ള ലയബിലിറ്റി റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ക്രെഡിറ്റ് നമ്മൾ എടുക്കുന്നത് GSTR 3Bയിലെ ടേബിൾ നമ്പർ 482 483 സോ ഡെബിറ്റും ക്രെഡിറ്റും റെക്കോർഡ് ആവുന്നത് GSTR 3B തന്നെയാണ്. നമ്മളതിൻ്റെ റെക്കോർഡ് മാനുവലായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. പോർട്ടലിൽ അതിൻ്റെ റെക്കോർഡ്സ് ഇല്ല എന്ന് പറയുമ്പോൾ 3Bയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റെക്കോർഡ്സ് കാണാം. പക്ഷേ അതൊരു ലെഡ്ജറിൽ ITC പോലെ ഒരു ലെഡ്ജറിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടില്ല. ഇനി 3B ഒന്ന് ഓപ്പൺ ചെയ്ത് ടേബിൾസ് ഒന്ന് കാണിക്കാം. GSTR 3B ഓപ്പൺ ചെയ്താൽ ടേബിൾ 3.1 താഴെ D പോയിൻറ്റിലാണ് ഇൻവോയ്ഡ് സപ്ലൈസ് ലയബിൾ ടു റിവേഴ്സ് ചാർജ്. ഇവിടെയാണ് നമ്മൾ ടാക്സിബിൾ വാല്യൂ, ദെൻ IGST, SGST, CGST എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഡെബിറ്റ് നടക്കുന്നത് 3.1 ടേബിളാണ്. ഡെബിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പേ ചെയ്യാനുള്ള GST റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ദെൻ ടേബിൾ 4 എലിജിബിൾ ITCയിൽ നമ്മളത് ക്ലെയിം ചെയ്യുന്നു. ഇമ്പോർട്ട് ഓഫ് സർവീസുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ പേ ചെയ്യുന്ന RCM 0.2 എടുക്കുന്നത്. ഇൻവോയ്ഡ് സപ്ലൈസ് ലയബിൾ ടു റിവേഴ്സ് ചാർജ് അതർ ദാൻ 1 and 2. സോ ഇമ്പോർട്ട് ഓഫ് സർവീസസ് ഇല്ലാത്ത എല്ലാ കേസസിലും നമുക്ക് 3 ITC ഇവിടെ ക്ലെയിം ചെയ്യുന്നത്. ഇനി പ്രത്യേകം പറയാതെ അറിയാം, RCM വന്നു കഴിഞ്ഞാൽ നമ്മളത് ക്യാഷായിട്ട് തന്നെ പേ ചെയ്യണം. ക്യാഷായിട്ട് പേ ചെയ്തതിന് ശേഷം നമ്മളതിൻ്റെ ക്രെഡിറ്റ് ടേബിൾ 4 എടുക്കുന്നതാണ്. ഇത് ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡെബിറ്റ് 3.1 ക്രെഡിറ്റ് ടേബിൾ 4 എടുക്കുന്നത്. ഈ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഒരു ലെഡ്ജറിൽ ഇതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്ന ടേബിളാണ് RCM ലെഡ്ജർ എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ ഓപ്പണിംഗ് ബാലൻസിലേക്ക് കടക്കാം. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് വെച്ചാൽ ജൂലൈ 2017 GST ഫയലിംഗ് തുടങ്ങിയതിന് ശേഷം ജൂലൈ 2024 വരെയുള്ള പീരീഡിൽ ഇതുവരെ RCMത്തിൻ്റെ ഇങ്ങനൊരു ലെഡ്ജർ ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഒന്നും തന്നെ GST പോർട്ടലിൽ സ്പെസിഫിക്കലി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് നമ്മളുടെ കയ്യിലെ ബുക്സിൽ മാത്രമാണ് ഇത് റിപ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ജൂലൈ 2024 അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എത്രയാണ് ഓപ്പണിംഗ് ബാലൻസ് ഉള്ളത്? ഈ ഓപ്പണിംഗ് ബാലൻസ് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. എങ്ങനെയാണ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവിലേക്ക് എത്തുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇങ്ങനെയൊരു ബാലൻസ് ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് 30th October 2024 വരെ നമുക്ക് സമയം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റിപ്പോർട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് 30th November 2024 വരെയും നമുക്ക് ടൈം തന്നിട്ടുണ്ട്. ഇതൊക്കെ ആ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനത് സിമ്പിളായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി ഇത് എങ്ങനെയാണ് ഓപ്പണിംഗ് ബാലൻസ് റിപ്പോർട്ട് ചെയ്യുന്നത്? ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പോസിറ്റീവ് ആവുന്ന എങ്ങനെയാണ്, നെഗറ്റീവ് ആവുന്ന എങ്ങനെയാണെന്ന് നോക്കാം. സോ ഈ ഓപ്പണിംഗ് ബാലൻസ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സർവീസസിൽ ലെഡ്ജേഴ്സിൽ RCM ലയബിലിറ്റി ഓർ ITC സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക. ഇവിടെ നമുക്ക് ഫിനാൻഷ്യൽ ഇയർ കാണാം, മന്ത്, ദെൻ RCM ലയബിലിറ്റി എമൗണ്ട് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ഏത് ഡേറ്റ് ആണോ എടുക്കുന്നത് ആ ഡേറ്റിലെ ബാലൻസ് ആയിരിക്കും ഇവിടെ വിസിബിൾ ആവുന്നത്. ഇപ്പോൾ അതിൽ ബാലൻസ് ഒന്നും ഉണ്ടാവില്ല, എല്ലാവരുടെ കേസിലും 0 തന്നെ ആയിരിക്കും. അതിനോട് ഫസ്റ്റ് ഓപ്ഷൻ RCM ലയബിലിറ്റി ഒരു ITC സ്റ്റേറ്റ്മെൻറ്റ് വ്യൂ ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ അത് വ്യൂ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, ഓപ്പണിംഗ് ബാലൻസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ ഓപ്പണിംഗ് ബാലൻസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ആ ബാലൻസ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിന് എല്ലാ മന്ത് കഴിയുമ്പോഴും നിങ്ങൾക്ക് RCM കേസസ് വരുന്നുണ്ടെങ്കിൽ
ITC സ്റ്റേറ്റ്മെൻറ്റ് പോലെ തന്നെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് അതിൽ റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്യുന്നില്ല. നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നോക്കാം. നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഓൾറെഡി നോട്ട്സിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ബാലൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് RCM ലയബിലിറ്റി എന്താണ് ഉദ്ദേശിക്കുന്നത്? ITC സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് യു ഹാവ് പെയ്ഡ് ദി RCM ലയബിലിറ്റി ഇൻ 3.1D ബട്ട് ഹാവ് നോട്ട് യെറ്റ് ക്ലെയിം ദി ITC അഗെയിൻസ്റ്റ് ഇറ്റ് ഇൻ ടേബിൾ 4A2 ആൻഡ് 4A3. പോസിറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ RCM ലയബിലിറ്റി ഡിക്ലെയർ ചെയ്തു GSTR 3Bയിൽ 3.1ൽ, അതായത് ഡെബിറ്റ് നടന്നു, പക്ഷേ നമ്മളത് ITC ക്ലെയിം ചെയ്തില്ല. നമ്മൾ പേ ചെയ്ത റിവേഴ്സ് ചാർജിൻ്റെ ITC നമ്മൾ ടേബിൾ 4ൽ ക്ലെയിം ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് നെക്സ്റ്റ് മന്ത് അതിൻ്റെ എടുക്കാനായിട്ട് സാധിക്കും. സെയിം മന്തിൽ നിങ്ങൾക്ക് RCM ലയബിലിറ്റി ക്ലെയിം ചെയ്തിട്ടില്ല എങ്കിൽ നെക്സ്റ്റ് മന്തിൽ നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാവുന്നത് തന്നെയാണ്. ഇത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. സോ അതിൻ്റെ ഒരു ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട്, അതിൻ്റെ ഒരു പോസിറ്റീവ് ബാലൻസ് ആയിട്ട് അവിടെ ഉണ്ടാവും. ഇതൊരു റെക്കോർഡ് ചെയ്തിരുന്നില്ല, ഇനി മുതൽ നമുക്ക് ആ ബാലൻസ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. സോ അതാണ് പോസിറ്റീവ് RCM ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നെഗറ്റീവ് ഓൾറെഡി നമുക്കത് പറയാതെ തന്നെ അറിയാൻ പറ്റും. ഇതിൻ്റെ നേരെ റിവേഴ്സാണ്. RCM ITC ക്ലെയിം ചെയ്തിട്ടുണ്ട്, ബട്ട് അത് ടേബിൾ 3.1ൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, പേ ചെയ്തിട്ടില്ല. അത് തമ്മിലുള്ള മിസ്മാച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ ക്ലെയിം ചെയ്താലും നമുക്ക് നെഗറ്റീവ് ബാലൻസ് വരും. ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. സോ നിങ്ങളുടെ കേസിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കുക. ഇതുവരെ GST പോർട്ടലിൽ RCM റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോർട്ടലിൽ നിന്ന് കണ്ടുപിടിക്കുന്ന ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ ബുക്സിൽ തന്നെ ഇത് ഉണ്ടാവുള്ളൂ. ഈ GST ഓഡിറ്റൊക്കെ വന്ന സമയത്ത് 5 ഇയേഴ്സിലേക്ക് വന്ന സമയത്ത് പലരും RCM ലയബിലിറ്റി റിപ്പോർട്ട് ചെയ്യാതിരുന്നിട്ടുണ്ട്. അത് ഓഡിറ്റേഴ്സ് കണ്ടുപിടിക്കുകയും പിന്നീട് അത് പേ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഇഷ്യൂസൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങളുടെ ബുക്സിൽ തന്നെയാണ് അതിനുള്ള ആൻസർ ഉണ്ടാവുള്ളൂ. അത് നോക്കി കണ്ടുപിടിക്കാനേ പറയാനുള്ളൂ. ഇനി RCM എപ്പോഴെങ്കിലും നിങ്ങൾ GST പോർട്ടലിൽ റിപ്പോർട്ട് ചെയ്യുകയും ഇങ്ങനെയുള്ള മിസ്മാച്ചസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സർവീസസിൽ റിട്ടേൺസിൽ ടാക്സ് ലയബിലിറ്റീസ് ആൻഡ് ITC കമ്പാരിസൺ, ഈ റിപ്പോർട്ട് നമുക്ക് പരിചിതമായിട്ടുള്ള റിപ്പോർട്ടാണ്. ഇയർലി അനാലിസിസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാറുള്ളതാണ്. ഇതിൽ ഫിനാൻഷ്യൽ ഇയർ ഒന്ന് സെലക്ട് ചെയ്യുക, സെർച്ച് കൊടുക്കുക. ഇതിൽ ടേബിൾസ് നമുക്ക് നോക്കാം. RCM റിലേറ്റഡ് ആയിട്ടുള്ള ടേബിൾസ് ഇവിടെ ഇങ്ങനെയുള്ള മിസ്മാച്ചസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സഹായിക്കും. ഇതിൽ ടേബിൾ 2 എന്ന് പറയുന്നത് ടാക്സ് ലയബിലിറ്റി ഡ്യൂ ടു റിവേഴ്സ് ചാർജ്. സോ റിവേഴ്സ് ചാർജ് നമ്മൾ 3Bയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും 2Bയിൽ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് തമ്മിലുള്ള ഡിഫറൻസും കൂടെ കാണാൻ സാധിക്കും. GSTR 3Bയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ 2024-25 ആണ്. 3Bയിൽ 3.1Dയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ബാലൻസസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ 2Bയിൽ ഓട്ടോ പോപ്പുലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഫിഗേഴ്സാണ്. ഇതുപോലുള്ള ഷോർട്ട് ഫോളും എക്സസും ആണ് ഇവിടെ റിപ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ, ക്യുമുലേറ്റീവ് ഷോർട്ട് ഫോൾ ആൻഡ് എക്സസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബാലൻസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. പോർട്ടലിൽ റിപ്പോർട്ടായി വന്നിട്ടുള്ള കേസുകളിൽ ഇതായിരിക്കും ബാലൻസ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ സിമിലർ തന്നെയാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ ഓട്ടോ ഡ്രാഫ്റ്റ് ചെയ്ത് വന്നിട്ടുള്ളതും ഈ ക്ലയൻറ്റിൻ്റെ കേസിൽ സിമിലർ ആണെന്ന് കാണാൻ. ഷോർട്ട് ഫോൾസ് ഒന്നുമില്ല. ദെൻ നെക്സ്റ്റ് ടേബിൾ നമുക്ക് യൂസ് ചെയ്യാൻ വരുന്നത് ടേബിൾ 6 ആണ്. റിവേഴ്സ് ചാർജ് ലയബിലിറ്റി ഡിക്ലെയർഡ് ആൻഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിംഡ് ദെയർ ഓൺ. നമ്മൾ ഡിക്ലെയർ ചെയ്തതും ITC ക്ലെയിം ചെയ്തതുമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ITC ക്ലെയിംഡ് ഇൻ ഇൻവേർഡ് RCM സപ്ലൈസ് ഇൻ GSTR 3B A2ലും ടേബിൾ 4A3ലും ക്ലെയിം ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ 3Bയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുമായിട്ടുള്ള ഡിഫറൻസസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ഇവിടെയും അത് സെയിം തന്നെയാണ്. ഈ ക്ലയൻറ്റിൻ്റെ കേസിൽ സെയിം തന്നെയാണ്. ഷോർട്ട് ഫോൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഈ രണ്ട് കേസസും ഫസ്റ്റ് ടേബിൾ നമ്മൾ കണ്ടത്, അതായത് സെക്കൻഡ് ടേബിൾ നമ്മൾ കണ്ടത് 2Bയിൽ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളതും 3Bയും തമ്മിലുള്ള മിസ്മാച്ചസ് ആണ്. ആ മിസ്മാച്ചസ് ആദ്യം തന്നെ ഒന്ന് റീകൺസൈൽ ചെയ്യുക. അതിനുശേഷം നമ്മൾ 3Bയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും ക്ലെയിം ചെയ്തിട്ടുള്ള ഡിഫറൻസസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് രണ്ടും നിങ്ങൾ നോക്കണം. അതിൻ്റെ കറക്റ്റ് റീകൺസിലിയേഷൻ നടത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഓപ്പണിംഗ് ബാലൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ തീരുമാനിച്ചിട്ട് അത് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ മന്ത്ലി ഫയലിംഗ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഓഗസ്റ്റ് മന്തിലെ റിട്ടേൺ മുതലാണ് നിങ്ങൾക്കത് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഇനി ക്വാർട്ടർലി ഫയലിംഗ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ജൂലൈ ടു സെപ്റ്റംബർ പീരീഡിലെ റിട്ടേൺസ് മുതലാണ്, ആ പീരീഡ് മുതലാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഈ ടേബിൾസിൽ വരുന്നത് GST പോർട്ടലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസസ് മാത്രമാണ്. നിങ്ങൾക്ക് RCM റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവോയ്സ് സപ്ലൈസ് ഉണ്ട്, അത് നിങ്ങളുടെ ബുക്സിൽ വിസിബിളാണ്. പക്ഷേ നിങ്ങൾ GST പോർട്ടലിൽ ഇതുവരെ അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ അതൊന്നും ഇവിടെ കാണാനായിട്ട് സാധിക്കില്ല. ബേസിക് കോമൺ സെൻസ് ആണ്, റിമൈൻഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇതെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യാമെന്ന് നോക്കാം. വീണ്ടും നമ്മൾ സർവീസസിൽ ലെഡ്ജേഴ്സിൽ RCM ലയബിലിറ്റി ITC സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക. ഇവിടെ റിപ്പോർട്ട് RCM ITC ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കുക.
ഇവിടെ നമുക്കറിയാം ഓൾറെഡി ഓപ്പണിംഗ് പോസിറ്റീവ് നെഗറ്റീവ് കേസസ് ഒക്കെ ഓൾറെഡി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത കേസ് തന്നെയാണ്. നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഡേറ്റ് തന്നെയാണ് ഇവിടെ ഓട്ടോമാറ്റിക്കലി വരുന്നത്. IGST, CGST, SGST റിപ്പോർട്ട് ചെയ്യുന്നത് നോക്കാം. ജസ്റ്റ് നമ്മളൊരു എമൗണ്ട് എൻട്രി ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഇത് പോസിറ്റീവ് ഫിഗർ ആണ്. ഇനി നമുക്ക് നെഗറ്റീവ് ഫിഗർ കൂടെ എൻട്രി ചെയ്യാവുന്നതാണ്. നെഗറ്റീവ് ഫിഗറും ആക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ദെൻ നേരെ ഇവിടെ വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓതറൈസ് സിഗ്നേറ്ററി സെലക്ട് ചെയ്യുക. സബ്മിറ്റ് വിത്ത് EVC ഓർ DAC വെച്ചുകൊണ്ട് സാധാരണ റിട്ടേൺ ഫയൽ ചെയ്യുന്ന പോലെ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഓപ്പണിംഗ് ബാലൻസ് റിപ്പോർട്ടഡ് ആവുന്നതാണ്. പിന്നെ നിങ്ങൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഓപ്പണിംഗ് ബാലൻസും കൂടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് വരുന്നത് 31 ഒക്ടോബർ 2024 ആണ്. ദെൻ ആ റിപ്പോർട്ട് ചെയ്യുന്ന ബാലൻസിൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30th നവംബർ 2024 ആണ്. ഇനി അടുത്ത ചോദ്യം, നമുക്ക് ഇങ്ങനെ ഒരു ബാലൻസ് ഇല്ല എന്ന് കരുതുക. അതായത് RCM ലയബിലിറ്റിയിൽ നിങ്ങൾക്ക് ഓപ്പണിംഗ് ബാലൻസ് ഇല്ല. RCM പേ ചെയ്യുന്ന ആളുകളുണ്ടാകും, അവരൊന്നും പാനിക് ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് നെഗറ്റീവ് ഓർ പോസിറ്റീവ് ബാലൻസ് നിങ്ങൾക്ക് ഇല്ല എങ്കിൽ ഇത് നിങ്ങൾ തുറന്നു പോലും നോക്കണ്ട, റിപ്പോർട്ട് ചെയ്യേണ്ട ഒരാവശ്യമില്ല. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കേസസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസസ് ഇതാണ്. എങ്ങനെയാണ് ഇത് ആക്സസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഏതൊക്കെ ടേബിൾസ് ആണ് ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ളത്, മന്ത്ലി ഫയലേഴ്സിന് വരുന്ന ഡ്യൂ ഡേറ്റ്, ജൂലൈ 2024 വരെയുള്ള ബാലൻസ് ആണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതായത് ഓഗസ്റ്റ് മുതൽ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങാം. ക്വാർട്ടർലി ഫയലേഴ്സ് ആണെങ്കിൽ Q1 2024 Q1 കഴിഞ്ഞു, ഏപ്രിൽ ടു ജൂൺ വരെയുള്ള പീരീഡിൽ ബാലൻസ് നോക്കണം. അതിനുശേഷം നെക്സ്റ്റ് പീരീഡ് മുതൽ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങാം. ദെൻ ഡെഡ് ലൈൻ ടു റിപ്പോർട്ട് 31 ഒക്ടോബർ. കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത് 30th നവംബർ 2024. ഇത്രയും ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇതിൻ്റെ കൂടെ തന്നെ വേറെ ഒരു അപ്ഡേറ്റും കൂടി വന്നിട്ടുണ്ട്. ബയോമെട്രിക് ആധാർ ഒതൻറ്റിക്കേഷൻ്റെ കേസ്. GST രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്തുള്ള ബയോമെട്രിക് ആധാർ ഒതൻറ്റിക്കേഷനാണ്. ഇത് പുതിയ സ്റ്റേറ്റ്സിലും കൂടി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാദ്ര, നഗർ ഹവേലി ആൻഡ് ദമാൻ ആൻഡ് ദിയു ആൻഡ് ചണ്ഡീഗഡ്, ഇത്രയും സ്ഥലങ്ങളിലേക്ക് അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. മുൻപ് ഇത് ഗുജറാത്തിലും മറ്റ് പല സ്റ്റേറ്റുകളിലും ആക്റ്റീവ് ആക്കിയതായിരുന്നു. എല്ലാ സ്റ്റേറ്റുകളിലേക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വരുന്നുണ്ട്. ഭാവിയിൽ കേരളത്തിലേക്ക് ഇത് ആപ്ലിക്കബിൾ ആവുന്ന സിറ്റുവേഷൻ വരാൻ സാധ്യതയുണ്ട്. സോ ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, നമുക്ക് ഡയറക്റ്റ്ലി ആപ്ലിക്കബിൾ ഒന്നുമല്ല, ജസ്റ്റ് വേണമെങ്കിൽ വായിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, നോട്ടിഫിക്കേഷൻ പോർട്ടലുണ്ട്. ഈ അപ്ഡേറ്റ്സ് എല്ലാം ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നിങ്ങൾക്ക് RCM കേസസ് വരുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നോക്കി റിപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.